വഴിയുള്ള അംഗീകൃത റൂട്ടുകൾ മാത്രമേ കപ്പലുകൾ ഉപയോഗിക്കാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാൻ നിയുക്തമാക്കിയതിന് പുറത്തുള്ള ഏതൊരു ഗതാഗതവും എൻഫോഴ്സ്മെന്റ് നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. പ്രസ് ടിവിയുടെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാനുമായി കൂടിയാലോചിക്കാതെ ചില അധികാരികൾ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ ഒരു പുതിയ സമുദ്ര ഗതാഗത പാത പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് IRGC നാവികസേന അറിയിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി മുൻകൂർ അറിയിപ്പോ ഏകോപനമോ ഇല്ലാതെ ചില അധികാരികൾ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു പുതിയ കപ്പൽ പാത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട പാത അസ്വീകാര്യവും ഗുരുതരമായ സുരക്ഷാ അപകട സാധ്യതകൾ ഉയർത്തുന്നതുമാണെന്നും IRGC നാവികസേന പറഞ്ഞു. ഇറാൻ അംഗീകരിച്ച റൂട്ടുകൾ മാത്രമേ ഈ കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവാദമുള്ളൂവെന്നും സേന വാദിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അംഗീകൃത ഗതാഗത റൂട്ടുകൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിയുക്തമാക്കിയവയാണ്. ഈ റൂട്ടുകൾക്ക് പുറത്തുള്ള കപ്പൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. അത് വളരെ അപകടകരമാണ്. നിയുക്ത ഇടനാഴികൾക്ക് പുറത്തുള്ള ഏതെങ്കിലും നാവിഗേഷൻ ഒഴിവാക്കാൻ എല്ലാ കപ്പലുകളെയും ശക്തമായി ഉപദേശിക്കുന്നുണ്ടെന്നും അതിൽ പറയുന്നു. ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഇറാനിയൻ അധികാരികളുമായി ആശയവിനിമയം നിലനിർത്തണമെന്ന് IRGC നാവികസേനയും അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നതിന് ചാനൽ 16 വഴി IRGC നാവികസേനയുമായുള്ള ഏകോപനം നിർബന്ധമാണ്. നിയമലംഘനം കണ്ടെത്തിയാൽ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം സംബന്ധിച്ച ഒമാന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് IRGC പ്രസ്താവന പുറപ്പെടുവിച്ചത്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി ഏകോപിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഒരു ഷിപ്പിംഗ് ട്രാൻസിറ്റ് ഇടനാഴി നൽകുന്നുണ്ടെന്ന് ബുധനാഴ്ച ഒമാനി സെയ്ദി പറഞ്ഞു. കടലിടുക്കിൽ ഗതാഗത ഫീസ് ചുമത്താതെ സ്വതന്ത്രമായ നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനായും അമേരിക്കയും ഇറാനും നടത്തിയ ശ്രമങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഫലങ്ങൾക്കനുസൃതമായും ഇത് ചെയ്യുന്നുണ്ടെന്ന് സുൽത്താനേറ്റ് പറഞ്ഞു. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ഏകോപിപ്പിച്ച് ട്രാൻസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് IMO പ്രഖ്യാപിച്ച കോർഡിനേറ്റുകൾക്ക് അനുസൃതമായി എല്ലാ കപ്പലുകൾക്കും ഒരു താൽക്കാലിക സമുദ്ര ഇടനാഴി ഉപയോഗിക്കുന്നതിനുള്ള ഓപ്ഷൻ ഒമാൻ നൽകുന്നു. ബുധനാഴ്ചത്തെ നേരത്തെ ഇറാൻ കരാറിൽ ഹോർമുസ് കടലിടുക്കിലെ ഷിപ്പിംഗ് അല്ലെങ്കിൽ സമുദ്ര പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഉൾപ്പെടുത്തിയാൽ അത് തനിക്ക് അസ്വീകാര്യമായിരിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. അതെനിക്ക് അസ്വീകാര്യമായിരിക്കും. കാരണം നമുക്ക് നിരവധി കടലിടുക്കുകളുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി അത് ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവർക്കും അത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മറ്റ് കടലിടുക്കുകളുണ്ട്. ശരി, ഞാൻ അവിടെയും അത് അനുവദിക്കില്ല. അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഷിപ്പിംഗ് ഫീസ് ഉൾപ്പെടുത്തിയാൽ അന്തിമ ഇറാൻ കരാറിനെ തടയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇറാനുമായുള്ള ചർച്ചകളിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്തായാലും നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ ഒന്നിന്റെ മധ്യത്തിലാണ്. യുദ്ധം വളരെ നന്നായി പോകുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ വളരെയധികം വിജയിക്കുന്നു. ഇറാൻ വളരെ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. പക്ഷെ അത് വളരെ ശക്തമായിരുന്നു. അത് വളരെ നന്നായി പോകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി എണ്ണവില ബാരലിന് $70 അടുത്ത് കുറഞ്ഞതായി അഭിപ്രായപ്പെട്ടു. ഇറാൻ യുദ്ധത്തിന് മുൻപുള്ള ഏറ്റവും താഴ്ന്ന നില ഇതേക്കുറിച്ച് സംസാരിച്ച ട്രംപ് പറഞ്ഞു, എന്നെ $70 സംഖ്യ തകർത്തതായി ഞാൻ കാണുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് ആരാണ് കരുതിയിരുന്നതെന്നും അതൊരു യുദ്ധത്തിനിടയിലാണ്. ഇറാൻ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും അവർ ചെയ്യേണ്ടതുമായ എല്ലാത്തിനും അവർ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ തിരികെ പോയി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നു. അതേസമയം അമേരിക്കൻ ഇടപെടൽ നിലനിൽക്കുന്നതുവരെ സമാധാനപരമായ ഒരു പ്രദേശം ഉണ്ടാകില്ലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിലെ ഒരു പോസ്റ്റിന് മറുപടിയായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. ആരും വഞ്ചിതരാകില്ല. അമേരിക്കൻ സൈനികതയും ഇടപെടലും നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സമാധാനപരമായ ഒരു പ്രദേശം ഉണ്ടാകില്ല. അവരുടെ അധിനിവേശ പ്രോക്സി മേഖലയിൽ ഉടനീളം അനന്തമായ യുദ്ധങ്ങൾ നടത്തുകയും വംശഹത്യ, ഭീകരാക്രമണം, എല്ലാത്തരം അതിക്രമങ്ങളും നടത്തുകയും ചെയ്യുന്നത് പൂർണ്ണമായ ശിക്ഷാ നടപടികളില്ലാതെ തുടരുമെന്നും അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.